ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് ആവർത്തിച്ച് സർക്കാർ. കള്ളപ്പന്നി. വിധവാ പെൻഷൻ കുടിശ്ശിക എപ്പോൾ നൽകാനാകുമെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടാൽ ഉടൻ നൽകും. ജൂലൈക്ക് ശേഷം പെൻഷനുകളുടെ കേന്ദ്രവിഹിതം ലഭിച്ചിട്ടില്ലെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. നമസ്കാരം. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ? എല്ലാവർക്കും വീട്ടിൽ കൊണ്ടു തരാമെന്ന പറഞ്ഞ അപ്പം 5-ാം മാസമായത് രാഷ്ട്രീയം അല്ലാതെ മുന്നോട്ട് തന്നെ പോകും. 100% ഞാൻ യോജിക്കുന്നു. അവൻ ഇറങ്ങി പോണം, അല്ലെ ഞങ്ങൾക്ക് തരണം, അല്ല അയാൾ ഇറങ്ങി പോണം. അതാണ് ഞങ്ങളെ മുഖ്യമായ കാര്യം. അയാൾ എന്തിനിരിക്കണമെന്നാ ചോദിക്കണം. ഈ കൊല്ലും പോലെ നടത്താതെ ഇയാൾക്കൊരു മര്യാദയുടെ ഭരിക്കാൻ പാടില്ല. ഇതുപോലെ വൃത്തികെട്ട ഒരു മുഖ്യമന്ത്രിനെ ഞാൻ ഇത്രയും പ്രായത്തിനിടയ്ക്ക് കണ്ടിട്ടില്ല. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. രാഷ്ട്രീയം, എന്ത് രാഷ്ട്രീയം? ഇയാളിങ്ങനെ സൂയിക്കാനും വിമാനത്തെ കയറി ഡാൻസ് കളിക്കാനാണോ കയറിയേക്കണേ? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? പറ്റുമ്പോൾ കൊടുക്കാമെന്നൊരു നിലപാടാണ് സർക്കാർ ഇപ്പോൾ എടുക്കുന്നതെന്നതിനെ രൂക്ഷമായി തന്നെയാണ് കോടതി വിമർശിച്ചിരിക്കുന്നത്. കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? പെൻഷൻ ഇല്ലാതെ ഹർജിക്കാരി എങ്ങനെ ജീവിക്കുമെന്ന് സർക്കാർ പറയൂ എന്നും കോടതി ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം ഇപ്പോൾ പെൻഷൻ നൽകാനാകില്ല എന്ന നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് സർക്കാർ. എന്താ എന്റെ ഉദ്ദേശം? സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടാൽ ഉടൻ പണം നൽകുമെന്ന നിലപാടിലാണ് സർക്കാർ. ഓ, എന്നാ പിന്നെ പേടിക്കണ്ട, മരിക്കുന്നതിന്റെ തലേ ദിവസം ഓർഡർ വരും. സർക്കാർ ഈ പെൻഷനിൽ കുടിശ്ശിക നൽകാൻ എല്ലാ സാധ്യതകളും തേടുന്നുണ്ടെന്നാണ് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. വെറും വാഗ്ദാനം കിട്ടുകയല്ല. അതുകൂടെ മനസ്സിലായില്ലേ? വരും. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.